പൊന്നിയമ്മേ, ഇങ്ങനെ പുടവ തരാൻ എത്തുന്ന ആൺതരിയെ മടക്കി അയച്ചാൽ ആരെങ്കിലും ഒരാൾ വേണ്ടേ പുടവ തരാൻ? എന്ന് വെച്ച് വരുന്ന പുരുഷന്റെ കൂടെ നായെ പോലെ കഴിയാൻ ഈ പൊന്നിക്ക് വയ്യ. വേലി കഴിച്ചില്ലെങ്കിൽ വേണ്ട. നീ ഇരിക്കുന്ന കൊമ്പ് മുറിച്ചാൽ ആറ്റിൽ വീണ് വെള്ളം കുടിച്ച് ചാവും. ഇറങ്ങിപ്പോവിൻ, ബുദ്ധിയില്ലാത്ത മടയൻ. അയ്യോ തമ്പ്രാട്ടിമാരെ, അടിയനും നിലം തൊടാത്ത ഒരു കമ്പ് വേണം. പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവിന്ന് പോയിൻ. അയ്യോ അടിയൻ ഭൂമിയിലല്ല, സ്വർഗത്തിലാണ് ഇരിക്കുന്നത്. തമ്പ്രാട്ടിമാര് കുളിച്ചോ? ഇരിക്കും കൊമ്പ് മുറിക്കുന്ന മണ്ടച്ചാരോട് കാര്യം മോദിച്ച് ഫലമില്ല. വരും പെണ്ണുങ്ങളെ. ഇവിടെ വേ. കരയ്ക്കോട്ട് കയറി. ഇതാണ് ആ കാര്യം. ഇപ്പൊ മനസ്സിലായ തമ്പ്രാട്ടി, ഇരിക്കണ മരത്തിന്റെ കൊമ്പ് മുറിച്ചാൽ അതിന്റെ സുഖം. ഇതാ ഇത് ഉടുത്തോളി. നമുക്കൊരു ബുദ്ധി തോന്നും. പൊന്നിയമ്മയെ കുടുക്കലാക്കണ ബുദ്ധി എന്ന പഴമല. നമ്മക്കും ഒരു ബുദ്ധി. എന്താ? നമ്മ കുടുംബ ചെന്ന് നാടുവാടിക്ക് പരാതിപ്പെടണം. എന്നിട്ട് പൊന്നിയമ്മ ഈ മരം വെട്ടിയുടെ കൂടെ പൊറുക്കുമ്പോഴ് നമ്മുടെ രണ്ടാളും കൂടെ ചെന്ന് ഓന്റെ കയ്യിൽ നിന്ന് ഓടെ തട്ടിക്കൊണ്ട് പോരണം. 6 മാസം നമ്മുടെ കെട്ടിയോള്. അപ്പോ 6 മാസം നമുക്ക്. ചന്തൂട്ടിയും ഇടുമ്പനും വന്ന കാര്യം നമുക്ക് മനസ്സിലായി. നാടുവാഴി നനച്ചാൽ പൊന്നിയമ്മയ്ക്ക് പുടവ് കൊടുക്കാൻ എനിക്ക് കഴിയും. എന്നെ ഒന്ന് സഹായിക്കണം. അങ്ങിങ്ങനെ ഒരു ഉപകാരം ചെയ്തു തന്നാൽ 2 കൊമ്പനാനെ വാങ്ങിച്ചിരുന്ന കാര്യം ഞങ്ങളിൽ. സംഗതി ശരിയാണ്. പക്ഷേ മാമംഗലം തറവാടിന്റെ തീർപ്പറിയാതെ നാം എങ്ങനെയാണ് നിങ്ങൾക്ക് ഉറപ്പു തരിക? മൂസാക്കുട്ടിയാ? മൂസാക്കുട്ടി മാത്രമല്ല, പൊങ്കൻ ചെത്തിയുണ്ട്. നാടുവാഴി, നമുക്കൊരു സംശയം. എന്താണ് സംശയം? നിങ്ങള് ഈ നാടിന്റെ ഉടയോനാണല്ലോ. കാര്യം പറയേ. നാട്ടാചാരം നടപ്പിലാക്കേണ്ട ആളുമല്ലേ? കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണ് അന്നൊരു പുരുഷനിൽ നിന്ന് മുണ്ട് വാങ്ങിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? അവന്റെ ഭാര്യയായി. സംശയമില്ലല്ലോ. പൊങ്ങൻ ചെത്തി. അന്നേരം കടവിൽ നിന്ന് എന്റെ മേനിയായി നോക്കി നിൽക്കുന്നു 2 കൊമ്പന്മാർ. ആരാണ് അധികാരികൾ? എന്റെ വേലിക്ക് വന്ന് തോറ്റു മടങ്ങിയില്ലേ? ഉപ്പുപരണി പോലൊരുത്തൻ, മറ്റൊരുത്തൻ സൂരകോല് പോലിരിക്കുന്നു. നേര് പറഞ്ഞാൽ ആ മരം വെട്ടിയുടെ 2ാം മുണ്ട് ഉടുത്ത് നാണം മറച്ച ഞാൻ കരയിൽ കയറിയത്. ഏതായാലും ആ മരം വെട്ടിയെ തേടി പിടിച്ച് ഒരു മുറി കോടി 2 പറ നെല്ലും കൊടുക്കാൻ ഏർപ്പാട് ചെയ്യും. മരം വെട്ടിക്ക് കൊടുക്കേണ്ടത് 2 പറ നെല്ലല്ല, ഒരു മുറി കോടിയല്ല. നേരെ പെങ്ങൾ പൊന്നിയമ്മയാണ്. അതിനെന്തൊക്കെ പെങ്ങളെ കണ്ടുപിടിക്കുന്നത്? ഒരു കന്നിപ്പെണ്ണ് അന്യപുരുഷത്തെ കുറവ് വാങ്ങിയാൽ അതിന്റെ അർത്ഥം ശരി, ഒരു മരം വെട്ടിയുടെ കയ്യിൽ നിന്ന് പുറവ് വാങ്ങുന്നതിലും നല്ലത് നിനക്ക് അവിടെ മരിച്ചൂടായിരുന്നോ?
നിർത്തി. ജീവൻ പോകുന്ന മനുഷ്യൻ വൈക്കോൽ തുമ്പ് കിട്ടിയാലും കയറി പിടിക്കും. അതിന് കേട്ടുകേൾവിയില്ലാത്ത ന്യായം കൊണ്ടുവന്നിരിക്കുന്നു. കിടവയും എന്താ മോളെ ചൊല്ലി? എന്തുണ്ടായി? ഞാൻ പറയാം, കേൾപ്പിൻ. വേണ്ട, ഞാൻ പറയാം. അച്ഛാ, ഞാൻ കുളിക്കാനായി പുഴയിൽ പോയി അപകടത്തിൽപ്പെട്ടു. ഒരു മരം വെട്ടി എന്നെ രക്ഷിച്ചു. നാണം മറയ്ക്കാൻ വേണ്ടി 2 മുണ്ട് തന്നു. അതുകൊണ്ട് ആ മരം വെട്ടിയെ ഞാൻ ഭർത്താവായി സ്വീകരിക്കണമെന്ന്. എന്ത്? അങ്ങനെ പറഞ്ഞവന്റെ തല ഞാൻ അരിഞ്ഞു കളയും. നീ നിന്റെ ആളെ എന്ത് പറഞ്ഞുണ്ടായി പുറപ്പാട്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എപ്പോഴും നിന്റെ ഈ വീട്ടിൽ കഴിയുള്ള നിൽപ്പ് അത്ര നല്ലതല്ല. എങ്കിൽ പാച്ചനൊന്ന് നോക്കട്ടെ, ഇവിടെ നാടും നാടുവാഴി ഉണ്ടോ എന്ന്, നാട്ടാകാരം നടപ്പാക്കാമോ എന്ന്. മാമംഗലം തറവാട്ടിലേക്ക് പുറപ്പെടാൻ 21 നായന്മാരെ ഒരുക്കി നിർത്താൻ പറയും. നിങ്ങളും ബലി. ഞാൻ ഏതായാലും മാമംഗലം വീട്ടിലേക്ക് വരുന്നില്ല. നീ പോയി മരം വെട്ടീന്റെ കഥ പറഞ്ഞ് ആ വീടെല്ലാം കുഴപ്പത്തിലാക്കിയിട്ട് ചൊല്ലണം. കൂടാ, മനസ്സിലായി. പൊന്നിയമ്മ നിന്റെ കയ്യിൽ നിന്ന് പുട വാങ്ങാമെന്ന് സമ്മതിച്ചാൽ മരം വെട്ടിയുമായുള്ള പുടവ കൂടെ മാറ്റിക്കൊടുക്കാമെന്ന് പറയണം, അല്ലേ? ഞാൻ നാടുവാഴിയെ കാണാനെ കൊണ്ട് അങ്ങോട്ട് വരികയായിരുന്നു. എനിക്കൊന്നറിയണം, കന്യകയായ ഒരു പെണ്ണ് അന്യപുരുഷന്റെ കയ്യിൽ നിന്ന് പുടവ വാങ്ങിയാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചൊല്ലി. അനന്തക്കുറുപ്പേ, നാട്ടാചാരമനുസരിച്ച് കന്യകയായ ഒരു പെണ്ണ് കുടി പിറന്നതാണേലും കൊട്ടാരത്തിൽ പിറന്നതാണേലും മറ്റൊരു പുരുഷന്റെ കയ്യിൽ നിന്ന് പുടവ വാങ്ങിയോ ആ പെണ്ണ് അവന്റെ ഭാര്യയാണ്. സമ്മതിച്ചു, ഭാര്യയായി കൊള്ളട്ടെ. അപ്പോൾ നാടുവാഴി, പ്രശ്നങ്ങൾ ഇതോടെ അവസാനിച്ചു. പൊന്നിയമ്മ ഇങ്ങോട്ട് വിളിക്കുകയും എല്ലാവരെയും മുൻപിൽ വെച്ച് താലികെട്ടുകൂടി നടക്കട്ടെ. എന്ത് പറഞ്ഞു? എല്ലാറ്റിന്റെ തല ഞാൻ അരിഞ്ഞിടും. അരങ്ങയാണ് നിന്നെ കൊന്നുകളയും. അച്ഛൻ സമാധാനിക്കൻ. ഓമക്കുറുപ്പേ, നാട് വാഴുന്നവരാണ് നാം. നീതിക്കും ന്യായത്തിനും വേണ്ടി ഒരു പൈസ നടത്താനും നാം മടിക്കില്ല. സമ്മതിച്ചു നാടുവാഴി, നടത്തിക്കളയാം. നാടുവാഴി, ക്ഷമിക്കൻ. ഈ മരം വെട്ടിയുടെ കയ്യിൽ നിന്ന് 2 മുണ്ട് വാങ്ങിച്ച് നാണം മറച്ചത് നേരാണ്. അതിന് കല്യാണപ്പുടവെന്ന് പേരിട്ട് എന്നെയും എന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ നോക്കുന്നത് നീതിയാണോ? പറയുന്നു. അതിന് നമുക്ക് വിരോധമില്ല. നാണം മറയ്ക്കാൻ 2 മുണ്ട് വാങ്ങിച്ചു എന്ന് കരുതി ക്ഷമിക്കാൻ നിങ്ങളൊക്കെ തയ്യാറാണ്. പറയൂ. അച്ഛൻ ഇല്ല, ഇടുമ്പൻ ഇല്ല. മൂസാക്കുട്ടി, നമ്മൾ സമ്മതിക്കില്ല. നീതിയും ന്യായവും നടത്തില്ലെങ്കിൽ നാടുവാഴിയും കാണില്ല, നാടും കാണില്ല. എല്ലാത്തിനെയും നമ്മൾ കൊഞ്ഞു കുഴിച്ചുകൂടും. പടയ്ക്കുള്ള പുറപ്പാടാണ്. മര്യാദയ്ക്ക് ചൊല്ലണം. പടിപ്പുരയ്ക്കകത്തിട്ട് പട്ടിയെ തല്ലുന്നത് പോലെ തല്ലും. ഉരുവാണെടുക്കൻ ഉരുവെടുക്കൻ. അയ്യോ തമ്പ്രാക്കന്മാരെ, അടിയനെ വിട്ടേരെ. അടിയനെ കഞ്ഞിന്റെ വെള്ളം കുടിക്കാണ്ട് തല കറങ്ങണേ. അയ്യോ. പൊന്നി എന്റെ കയ്യിൽ നിന്നും പുടവ് വാങ്ങാമെന്ന് സമ്മതിച്ചാൽ അവളെ രക്ഷിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അനന്തക്കുറുപ്പേ, അച്ചോളി ചന്തുവിന്റെ കയ്യിൽ നിന്നും പൊന്നിയമ്മ പുടവ് വാങ്ങാമെങ്കിൽ ഇപ്പോഴും ഈ മരം വെട്ടിയെ നമുക്ക് ഒഴിവാക്കാം. ഇല്ല, എന്റെ ആങ്ങളെ പാച്ചന്റെ കയ്യിൽ നിന്നും പുറവ് വാങ്ങാമെന്ന് സമ്മതിച്ചാൽ നിനക്കിപ്പോഴും ഈ മാനിക്കടലിൽ നിന്ന് കരകയറാം. ഇല്ല ഇല്ല മോളെ, പാച്ചന്റെ കയ്യിൽ നിന്ന് പുറവ് വാങ്ങാമെന്ന് സമ്മതിക്കും മോളെ. ഈ കുടുംബത്തിന്റെ മാനം രക്ഷിക്കും മോളെ. ഇല്ല, നേരും നെറിയുമില്ലാത്ത ഇവരോടൊത്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എന്റെ ജീവനും മാനവും രക്ഷിച്ച മരം വെട്ടിയിലൂടെ ജീവിതം അവസാനിപ്പിക്കുന്നതാണ്. മരപ്പെട്ടി, സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ തലകളയും. അയ്യോ തമ്പ്ര, എന്താണ് ഈ പറയണത്? ഈ തമ്പുരാട്ടി വെള്ളത്തിൽ നിന്ന് കയറാൻ കഴിയാതെ നിന്നപ്പോ അടിയെ 2 മുണ്ട് അഴിച്ചു കൊടുത്തത് നേരാണ്. എടാ മരം വെട്ടി, നീ ഒരു ഭാഗ്യവാനാണ്. ഈ മലനാട്ടിലെ ആന്തരികളെല്ലാം കൊതിച്ചിട്ടും കിട്ടാത്ത പൊന്നിയമ്മ ഇന്നു മുതൽ നിന്റെ ഭാര്യയാണ്. അയ്യോ പൊന്നിക്ക് ഞങ്ങൾ 5 ആംഗലമാരാണ്. ഞങ്ങളിൽ ഒരു തുള്ളി ചോരയുണ്ടെങ്കിൽ ഈ പറയുന്ന പൊന്നിയെ പിടിച്ചു കൊടുക്കാൻ സമ്മതിക്കില്ല. എങ്കിലും എന്നെ കണ്ടുകളയാം. നായന്മാരെ വരീൻ. എന്ത്? Thank you.
ഇത് നമുക്ക് നാടാമുക്കേ. ഞാൻ കാരണം എന്റെ അച്ഛന്റെ ഒരു തുള്ളി ചോര പൊടിയാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ പൊന്നാങ്ങളന്മാരുടെ ഒരു തുള്ളി ചോര പൊടിയാൻ ഞാൻ സമ്മതിക്കില്ല. നാട്ടാചാരം അനുസരിച്ച് ഞാൻ പുടവ വാങ്ങിയ പുരുഷന്റെ കൂടെ പോയേ പറ്റൂ. ഇന്നു മുതൽ ഈ മരം വെട്ടി എന്നെ പുരുഷനാണ്. നിന്റെ നാക്കാർക്ക് ഞാൻ താഴെയിടും. കുറച്ചിൽ അച്ഛാ, മകള് ചെയ്ത തെറ്റിന് ഈ വീട് പൊറുക്കണ്ട. ഞാൻ തയ്ച്ചോളാം. നീ ഞങ്ങളുടെ ചങ്കിലാണ് കഠാര കുത്തി ഇറക്കുന്നത്. ഞങ്ങളിത് സഹിക്കില്ല. അറിയാം അങ്ങനെ. പൊന്നി, നീ മാനക്കേട് ചുമക്കാൻ തീരുമാനിച്ചാൽ ഈ പഠിപ്പുരയിൽ കയറ്റുകയില്ല. സത്യം. വേണ്ടച്ചാ, എനിക്കുള്ള ഓഹരി സ്ഥലത്ത് ഞാനും എന്റെ ഭർത്താവും പോയി താമസിച്ചോളാം. കുറ്റവും കുറവും ഇല്ലാത്ത ആരെങ്കിലും കൂട്ടുകാരികളുണ്ടെങ്കിൽ എന്റെ കൂടെ വന്ന് താമസിക്കട്ടെ. വേണ്ട നേരാങ്ങളെ, നീ വളർന്നു വരുമ്പോൾ ഞാൻ കാരണം നിനക്കൊരു കുറവും വരരുത്. അയ്യോ തമ്പുരാട്ടി, അടിയനെ ദ്രോഹിക്കല്ലേ. ഞാൻ തമ്പുരാട്ടിയല്ല, ഇന്നു മുതൽ അങ്ങയുടെ ഭാര്യയാണ്. മരം വെട്ടി നീ പൊന്നിയെ കൊണ്ട് പോയിക്കോളേ. മാമംഗലം പൊന്നിയെ കിട്ടാൻ അരയും തലയും മുറുക്കി നടന്ന് തോറ്റ് പാലും മടക്കി ഓടിയ കയ്യന്മാരോട് പൊന്നി മൊഴിയണ്. ഇന്നേക്ക് 101-ാം നാൾ ഈ മരം വെട്ടിയെ പൊന്നിക്ക് ചേർന്ന പൊന്മാരനാക്കി ഞാൻ മാറ്റും. തുണയുണ്ടെങ്കിൽ അന്നെങ്കിലും ഈ മരം വെട്ടിയോട് ഏറ്റുമുട്ടി ജയിച്ചു വന്നാൽ അവന് ഞാൻ പെണ്ണായിരിക്കും. അതുവരെ ഈ പൊന്നി കന്യകയായിരിക്കും. അവൻ അമ്മയാണേ സത്യം, കളറി ദൈവങ്ങളാണേ സത്യം. സത്യം ഈ ഉടമാണാണ് സത്യം. വേണ്ട മോനെ, അടുത്ത ജന്മമുണ്ടെങ്കിൽ നമുക്കൊന്നിച്ച് കാണാം. വരും. മൂലം, ശ്രീമൂലം, കുട്ടിയമ്മയുടെ നാള് പൂരാടം. മോളി എന്ന് ജോത്സ്യന് കുറച്ച് പാലെടുത്തോണ്ട് വാ. ജോത്സ്യരെ, നാളെ ചേർന്നാലും ഇല്ലേലും കല്യാണ മുഹൂർത്തം നിശ്ചയിച്ചോളി. പ്രതിവിധി ഉണ്ടാക്കാം. മോൻ നല്ല സമയത്ത് തന്നെ വന്നു. എന്തോന്നാ നല്ല സമയം? മോനെ, നിന്റെയും കുട്ടിയമ്മയുടെയും വിവാഹം നിശ്ചയിക്കാൻ പോവാ. എനിക്കൊരു വ്രതമുണ്ട്. 101 ദിവസം കഴിഞ്ഞ് നിശ്ചയിച്ചാൽ മതി. അയ്യോ, ഈ കൊട്ടാരം കണ്ടപ്പോ അടിയന് തല ശുദ്ധണേ. തമിഴട്ടി തമിഴട്ടി, അറിയില്ല കരിമ്പാമ്പ്. കരിമ്പാമ്പോ? എവിടെ? അയ്യോ അയ്യോ, നാഗമണിക്കോട്ടയിലെ നാഗപ്പാമ്പേ, ഏഴിലം പാലച്ചോട്ടിൽ വാഴും പാമ്പേ. നാഗമണിക്കോട്ടയിലെ നാഗപ്പാമ്പേ, ഏഴിലം പാലച്ചോട്ടിൽ വാഴും പാമ്പേ. പാഴേ പോകുന്ന രാരച്ചൻ പാമ്പാട്ടി കൂടയിൽ പോറ്റുന്ന പാമ്പേവാ, പാമ്പേവാ. അയ്യോ, നല്ല പാമ്പ്. എനിക്കിതിന്റെ തല ചെത്തിക്കളഞ്ഞ് ചുട്ടു തിന്നണം. എന്തിന്? ഇവിടെ പാലുണ്ട്, പഴമുണ്ട്, പാൽപ്പായസം കൂട്ടി ഊണുമുണ്ട്.
പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തെന്ന് ഇവിടെ കിട്ടും. അതിനെറിഞ്ഞേക്കൂ. അയ്യോ, എന്റെ മുഖത്തേക്ക് നോക്കൂ. എന്തിനാണ് ആളുകൾ? നിങ്ങൾ എന്റെ ഭർത്താവാണ്. കുളിച്ച് ചന്ദനക്കുറിയും ചാർത്തി, വീരാളി പട്ടുടുത്ത്, മാറത്ത് മണിമാലയും ചാർത്തി നമുക്ക് ഈ കൊട്ടാരത്തിലെ രാജാവും രാജ്ഞിയുമായി കഴിയണം. അയ്യോ വേണ്ട, എനിക്കങ്ങ് കാരാമെ പിടിക്കാൻ പോണം. പിന്നെ ഈ പൊന്നി മഹാദേശക്കാരിയാണ്. നിങ്ങളെ രക്ഷിക്കാനും ശിക്ഷിക്കാനും എനിക്ക് അധികാരമുണ്ട്. എന്നെ കൊല്ല. കരയല്ലേ? നാട്ടുകാരോട് ഞാൻ ചെയ്ത ശബ്ദം കേട്ടില്ലേ? ഇന്നേക്ക് 101-ാം ദിവസം നിങ്ങളെ ഏറ്റവും വലിയ പോരാളിയാക്കി മാറ്റി ആ കയ്യന്മാരോട് പൊരുന്നുമെന്ന്. ആ വരും, കുളിക്കും. തോണിമാരെ, എന്നെയും താളിയും എടുത്തു വെക്കും. ഉത്തരവ്. പോകൻ. ഇവിടെ നോക്കി. നല്ല കണ്ണ്, നല്ല മൂക്ക്, ചീകി ഒതുക്കിയാൽ മീനിയൊത്ത മുടിയഴക്, മുല്ലപ്പൂ പോലുള്ള പല്ല്. തോഴിമാരെ, കുളിച്ച് 7 നാളായി കാണും. ചേർ കട്ട പിടിച്ചിരിപ്പുണ്ട്. എന്നാലും വേഗം നോവാതെ കുളിപ്പിക്കണം. ശരി, വരൂ. എഴുന്നേൽക്കൂ. അമ്പോ, അതാ നോക്കി. ശ്രീരാമൻ ജനക കൊട്ടാരത്തിലെത്തി വില്ലൊടിച്ച് സീതാദേവിയെ പാണിഗ്രഹണം ചെയ്യുന്നു. പെങ്ങൾ എവിടെ പോയാലും എന്റെ അമ്പൂമോനെ കൂടെ കൊണ്ടുപോകും. മോനെ, പൊന്നി കാരണം ഈ കുടുംബം കണ്ണീരിലാണ്ടു. ഇനി നീയും ഇങ്ങനെ കഞ്ഞിയും വെള്ളവും കുടിക്കാണ്ടിരുന്നാൽ എല്ലാരും ഒന്നിച്ചു മരിക്കേ വേണ്ടു. എന്റെ പൊന്നുമോനല്ലേ വന്നൂണ് കഴിക്കുന്നു. കാരപ്പിള്ളേരെന്നെ കളിയാക്കണമേ. കൂടെ പിറന്നവളെ കാണാനൊക്കാത്ത മഹാപാപിയാണ് ഞാനെന്ന്. എന്റെ നേർപ്പങ്ങളെ കൂട്ടിക്കൊണ്ടുവരാതെ ഞാൻ ഒന്നും കഴിക്കില്ല. പൊന്നുമോൻ കരയാതെ. നാളെ ഏറെ കഴിയുമ്പോൾ നാടും നാട്ടാരും ഈ കഥയങ്ങ് മറക്കും. അപ്പോൾ അച്ഛൻ മോനെ കൊണ്ടുപോയി പൊന്നിയേട്ടത്തിയെ കാണിക്കാം. മോനെ അബു, ഈ പാൽക്കഞ്ഞി കുടിക്കൂ. കുടിക്കും മോനെ. എന്റെ പൊന്നു പെങ്ങളെ നാട് കിടക്കിയ മൂതൻ. പറയണേനും ചെയ്യണേനും ഒരു അതിരും. നിങ്ങളൊക്കെ പോയി. അവൻ പട്ടിണി കിടന്നു പോയി. എന്തുമാത്രം ചേറായിരുന്നു ദേഹത്തിൽ. അല്ലേ പെണ്ണ്? അതെ അതെ, കുളിപ്പിച്ച് കുളം കൂടി കറുത്തുപോയി. എന്തിനാ ഈ ചേറ് കഴുകി കളയാൻ പോയത്? ശരീരത്തിനൊരു ബലമായിരുന്നു. ആ, ഇവിടെ ഇരുന്നോളി, അനങ്ങി പോകരുത്. തമ്പുരാട്ടി ഇപ്പോ വരും. അയ്യോ അയ്യോ, ആളിനെ കണ്ടില്ലല്ലോ. എവിടെ പോയി? ആഹാ, ഇവിടെയുണ്ടോ? വരേ. ആ, ഇവിടെ ഇരിക്കും. അയ്യോ ഇരിക്കണ്ട. എനിക്ക് തേവള്ളിക്കാട്ടിൽ മരം വെട്ടാൻ പോണം. കാലത്ത് പഴങ്കഞ്ഞിയും കുട്ടിച്ചോണ്ടിങ്ങി വരാം. എവിടെയും പോണ്ട. അക്ഷാഭ്യാസം ചെയ്യണ്ടേ? അഭ്യാസമൊന്നും വേണ്ട. പയറ്റ് പഠിക്കണ്ടേ? ആ, പയറ്റ് പഠിക്കണം. മലവിലൊരു മഞ്ഞക്കിലെ പാട്ട് പാടുന്നു. പാട്ടു കേട്ടു കുരുവി കുട്ടൻ തളമടിച്ചല്ലോ. തന്നല്ലേ തന്നാലേ തന്നല്ല തന്നാലേ.
കൊള്ളാം. ഇതുപോലെ എല്ലാ വിദ്യകളും പഠിച്ച് നമുക്ക് നാട്ടാതെ മുൻപിലേക്ക് ചെല്ലണം, വെല്ലുവിളിക്കണം. ഇരിക്കും. അയ്യോ ഇരിക്കണ്ട, ഇരുന്നാലേ ഞാൻ അങ്ങനെ തൊപ്പോന്ന് താഴെ വീഴും. ഒന്നും വീഴില്ല. അയ്യോ അയ്യോ തൊപ്പോന്ന് താഴെ വീഴും. വേണ്ട പിച്ചി, വേണ്ട. ഇനി എന്നെ എങ്ങനെ കുരങ്ങി എളുപ്പിക്കണ്ട. എന്റെ മോളെ, ചന്തുവിന് 101 ദിവസത്തെ വ്രതമുണ്ട്. അത് കഴിഞ്ഞാൽ ഉടൻ നിനക്ക് പുടവ തരും. വ്രതം എന്തിനാണെന്ന് എനിക്കറിയാം. നാടാകെ പെണ്ണിന് തേടി നടക്കുന്ന പുരുഷനെ എനിക്ക് വേണ്ട. എന്റെ പൊന്നു മോളെ, എനിക്ക് ആണും പെണ്ണുമായിട്ട് അവൻ മാത്രമേ ഉള്ളൂ. അവന്റെ കുറ്റവും കുറവും മറക്കാനും പൊറുക്കാനും ഉറപ്പെന്നല്ലാതെ മറ്റാര് വരും? വാ മോളെ, വാ. മതി. ആ മരം വെട്ടിയെ കുന്ന് പൊന്നിയെ കൊണ്ടുവരേണ്ട കാര്യം ഞാൻ ഏറ്റു. ചന്തു, നീതി ന്യായം നോക്കിയേ പറ്റൂ. ശരിയാണ്. വാള് കണ്ടാൽ വിറയ്ക്കുന്ന മരം വെട്ടിയെ തോൽപ്പിക്കാൻ ഈ പൊങ്ങൻ ചട്ടിക്ക് പോലും കഴിയും. 101 ദിവസം കൂടി ഒന്ന് ക്ഷമിച്ചിരിക്കേ. ഞാനാണ് അങ്ങയെ ആദ്യമായി അക്ഷരാഭ്യാസം പഠിപ്പിക്കുന്നത്. ആ ദക്ഷിണ എന്റെ കയ്യിൽ തരും, 2 കൈ കൊണ്ട് തരും. തൊഴിൽ ഇരിക്കാൻ. ഇപ്പോൾ ഞാൻ അങ്ങയുടെ ഗുരു. ഞാൻ ആരാന്ന് പറയും? കുരു ഗുരുവല്ല, ഗുരു. കുരു കുരു ഗുരു ഗുരു കുരു കുരു ഗുരു. ഗുരു. ആ, അങ്ങ് ശിഷ്യൻ പറയും. അങ്ങ് ശിഷ്യൻ പറയും. അല്ല, ശിഷ്യൻ. 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 ഈ ഗുരുശിക്ഷ ബന്ധമാണ് ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ ബന്ധം. ഹരി. അരി. അല്ല, അരി. ഹരി. ഹരി. ആ, ശ്രീ. സ്ത്രീ. ശ്രീ. 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 ഗണപതായേ നമഃ. ഗണപതി നാമ. ഗണപതായേ നമഃ. ഗണപതായേ നമഃ.